മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ അമേരിക്കയുടെ ബേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പവർ പ്ലാന്റുകൾ ആക്രമിക്കുന്ന ലിസ്റ്റ് ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. ഫാസ്റ്റ് ന്യൂസ് ആണ്, ഇറാന്റെ ന്യൂസ് ആണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഇനി വരാൻ പോകുന്ന ആക്രമണത്തിന്റെ, അതായത് പവർ പ്ലാന്റുകളുടെ ലിസ്റ്റാണ് സൗദി അറേബ്യയിലും അതുപോലെ തന്നെ UAE, ഖത്തർ തുടങ്ങിയ രാഷ്ട്രങ്ങളിലുള്ള പവർ പ്ലാന്റുകളെയാണ് ആക്രമിക്കാൻ പോകുന്നത്. അതിന് ടൊവീല എന്നറിയപ്പെടുന്ന പവർ പ്ലാന്റ്, അത് ദഫ്ര എയർബേസ്, UAEയിലുള്ള അമേരിക്കയുടെ ദഫ്ര എയർബേസിന് പവർ നൽകുന്ന പവർ പ്ലാന്റ് ആക്രമിക്കപ്പെടും. അതുപോലെ UAEയുടെ ദാവ എന്നറിയപ്പെടുന്ന പവർ പ്ലാന്റ്, അത് മിൻഹബ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ എയർബേസിന് പവർ സപ്ലൈ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ UAEയിലുള്ള ഈ ഒരു പവർ പ്ലാന്റും ആക്രമിക്കപ്പെടും. തൊട്ടടുത്ത് ഖത്തറിന്റെ റാസ് ലഫാൻ എന്നറിയപ്പെടുന്ന പവർ പ്ലാന്റ്, കാരണം അതാണ് അമേരിക്കയുടെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ എയർബേസ് ആയ ഉദയ് എയർപോർട്ട്. ആ എയർബേസിന് പവർ സപ്ലൈ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട റാസ് ലഫാൻ എന്നറിയപ്പെടുന്ന പവർ പ്ലാന്റ്, ഈ പവർ പ്ലാന്റ് ആക്രമിക്കും. മാത്രമല്ല ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പവർ പ്ലാന്റുകളോട് ചേർന്ന് തന്നെയാണ് ഇവിടെയുടെ ഡീസാലിനേഷൻ പ്ലാന്റുകളും നിലനിൽക്കുന്നത്. ഉപ്പ് ശുദ്ധീകരിച്ച് ശുദ്ധജലം ആളുകൾക്ക് എത്തിക്കുന്ന പ്ലാന്റുകളും ഇതിനോട് ചേർന്ന് തന്നെയാണ് നിലനിൽക്കുന്നത്. അതും ഈ ആക്രമണത്തിൽ ഭീഷണി നേരിടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊന്നാണ് സൗദീസ് റിയാസ് പവർ പ്ലാന്റ് ഫോർ പ്രിൻസ് സുൽത്താൻ എയർബേസ്. പ്രിൻസ് സുൽത്താൻ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടെയുള്ള എയർബേസ്, അവിടേക്ക് പവർ നൽകുന്ന സൗദിയിലെ പവർ പ്ലാന്റ് ആക്രമിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ അവിടെയും ഇറാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദി ആക്രമിച്ചാൽ അത് ഞങ്ങൾക്ക് നേരിട്ട് സൈനികപരമായി ഇടപെടേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അവിടെയും ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ ഈ ഒരു ലിസ്റ്റിലൂടെ വരുന്നത്. എന്തായിരുന്നാലും പ്രവിശ്യയിൽ വലിയ രൂപത്തിലുള്ള ഊർജ പ്രതിസന്ധി, എനർജി ക്രൈസിസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിലൂടെ ബോധ്യപ്പെടുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഈ യുദ്ധം തുടർന്നു പോവുകയാണെങ്കിൽ വൻ ദുരന്തം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അമേരിക്ക ഇപ്പോൾ ഒന്നുകൂടെ യുദ്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നു. ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി, അതായത് കൂടുതൽ യുദ്ധം ശക്തിപ്പെടുത്താൻ പോകുന്നു. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ ഇസ്രയേലിന് നേരെ തിരിച്ചടിക്കാം. അതുകൊണ്ട് തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കണമെന്ന മുന്നറിയിപ്പ് പോലും ഇസ്രായേലിന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. പ്രവിശ്യയിൽ യുദ്ധം തുടർന്നാൽ വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. ഏതായാലും യുദ്ധം തുടരാതെ എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.